മുകളിലേക്ക് അഞ്ചാ പച്ചവെള്ളം മതി, ജീരവെള്ളം കുടിക്കില്ല. ഓ, പാത്രമായിട്ട് കേറുമ്പോ നോക്കണം ട്ടോ. മൂന്നാമത്തെ കോണിപ്പിടി വല്ലാണ്ട് ഇളകും. കിടക്കുമ്പോ തെക്കേ ജനാല അടച്ചോളൂ ട്ടോ. വടക്കേലെ പൂച്ച അതിലാണ് എന്നും വരിക. എത്ര കാലമായി വന്നിട്ട്? കുറച്ചേ ഉള്ളൂ. അമ്പലക്കുളത്തിലാണോ കുളിക്കുന്നത്? തൃപ്പടിയിൽ പണം വെച്ച പൂ വിരിയും. പൂ വിരിഞ്ഞ അനുഭവമാണെന്ന് പറയുന്നത് ശരിയാ? അങ്ങനെ എല്ലാരും പറയണേ. കുഞ്ഞുമോളെ എന്താ പരീക്ഷിക്കാത്തെ? നിനക്കെന്നും ഞാനുണ്ട്. ഭാഗവതർക്ക് മിണ്ടാൻ വയ്യാത എന്ന് പറഞ്ഞല്ലോ. അതെ, മോഹാലസ്യായിട്ട് കിടക്ക. പാട്ട് കേൾക്കണ്ടല്ലോ. എനിക്ക് കേൾക്കാനില്ലല്ലോ. കുട്ടി, ആ നടക്കൽ കയറി നിന്ന് ഹൃദയം പൊട്ടി ഒന്ന് കരയൂ. അല്ലെങ്കിൽ നിനക്ക് വല്ലതും സംഭവിക്കും. കരയൂ കുട്ടി. മതി, എഴുന്നേൽക്കൂ. ഇനി കരയരുത്. ഏതി ജീവന്തമാനന്ദോ നരം വർഷശതാതപി. വാത്മീകി രാമായണത്തിന് മുഴുവൻ സത്താണിത് മോളെ. നീ ജീവിക്കൂ. കാലം നിന്റെ ദുഃഖത്തെയും ആനന്ദമാക്കും. വിളിക്കാൻ വരട്ടെട്ടോ. ഒറ്റ മിനിറ്റ്. മുളക് സമ്മന്തി അരച്ചിട്ടില്ല. ചട്നി പറ്റില്ലേ? മുളക് സമ്മന്തി നിർബന്ധമാണോ? അങ്ങനെ പറയണേ. എന്നെക്കാളും ദാസേട്ടന്റെ ഇഷ്ടക്കേടും കുഞ്ഞുമാളിനാവും അറിയാം. അരച്ചോളൂ. കുഞ്ഞുമാളിനെ കുറെ ഏറെ ഒന്ന് പഠിപ്പിക്കാനുണ്ടാവും. ഓ ഈശ്വര,
മാനം രക്ഷിച്ചു. ഓ, ഒരു 100 മില്ലിയുടെ അച്ഛന്മാരെ അവിടെ പണിക്ക് നിൽക്കണ കുഞ്ഞുമാളുവിന്റെ അമ്മാമ്മയുടെ മാനാ ഞാൻ. അതിന് ഞാനെന്ത് വേണം? അവളൊന്നും ഇങ്ങോട്ട് അയക്കണം. തിരക്ക് തീരുമ്പോ വരും. അച്ഛന്മാരെ പറയുന്നത് കേട്ടാത്തൊന്നും അവളെ ആരോ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. അധികം ഒച്ചിടണ്ട. എന്താ നേരെ? ഇയാളുടെ അടുത്തൊരു കുട്ടിയുണ്ട്. അത് കിഴക്കമ്പാട്ട് ജോലിക്ക് നിൽക്കണു. അടുത്തൊന്നും കണ്ടിട്ടില്ല, എന്നാലും തെറ്റില്ല. പട്ടിണി കിടക്കുന്നിടത്ത് വിളിച്ച് ഉണ്ണാനും ഉടുക്കാനും കൊടുത്ത് അല്പം ജീവൻ വെക്കുമ്പോ കാണാൻ ഇവറ്റെല്ലാം തല പൊക്കണു. നായരെ, അരിവാസന്റെ കല്യാണം കഴിഞ്ഞില്ലേ? ഇനി കിഴക്കപ്പോട്ടെ പണിക്കാരുടെ ആവശ്യം എന്താ അച്ഛനോട്? ആ 100 പൈസ വെച്ചിട്ട് പോ. കുട്ടിക്കൃഷ്ണ, എനിക്കൊരു 100 കൊടുത്ത. കുഞ്ഞുമാളോ, നീ വേണമെങ്കിൽ ഇന്നൊന്ന് വീട്ടിൽ പോയിട്ട് വന്നോളൂ. രത്നം ഉണ്ടല്ലോ ഇവിടെ. നിന്റെ അമ്മാമ്മയുടെ മക ഇന്നലെ അച്ഛനാരെ കണ്ടു പറഞ്ഞത്രേ. വൈകുന്നേരത്തേക്ക് വരണം. ദാസേട്ട് ഇന്ന് പോവാണ്. നീ വേണം എനിക്ക് തുണക്കി കിടക്കാൻ. ഞാൻ പോണില്ല. നിന്റെ മുത്തശ്ശി വയ്യാതെ കിടക്കല്ലേ? ഒന്ന് പോയി കണ്ടു വന്നോളൂ കുട്ടി. പോയി വാ കുട്ടി. ഇവളുടെ അമ്മാവിടെ മകനെ ഒരുത്തനുണ്ട്. ഇവളെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വന്നു. ഇവൾക്കാണെങ്കിൽ ഭയങ്കര മടി. അതെന്താ? അവൾക്ക് ഇഷ്ടമില്ലാച്ച പിന്നെ നമ്മൾ നിർബന്ധിച്ചാ പറ്റുമോ? ദാസേട്ടൻ എന്ത് പറഞ്ഞു? അവൻ എന്ത് പറയാനാ? അവന്റെ പുസ്തകങ്ങളും കുത്തിക്കുറിക്കലും അല്ലാണ്ട് വേറെ എന്തിലാ അവനൊരു താല്പര്യം? പാവം. കുഞ്ഞുമാളു, നീ പോകാൻ തന്നെയാണ് ഭാവം. നീ എന്റെ കൂടെ പൊറുക്കാൻ തയ്യാറില്ല അല്ലേ? ഇനി എങ്ങനെയാ ഞാൻ മറ്റൊരാളുടെ കൂടെ പൊറുക്ക? ഞാനത് ചോദിക്കാൻ മറന്നുപോയി. എങ്ങനെയുണ്ട് എന്റെ അമ്മൂമ്മയ്ക്ക്? അറിയില്ല. നീ എന്താ ഉച്ചയ്ക്ക് തന്നെ ഓടിപ്പോന്നത്? അയാളുടെ ചീത്ത വെക്കാൻ എനിക്ക് വയ്യ. ഇത്തിരി കുടിക്കുകയും ചെയ്യും. ഇത്തിരി കുടിക്കുന്നത് ഇപ്പോഴും യോഗ്യതയാണ്. ദാസേട്ടനും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അയാൾ നിന്റെ അമ്മാവന്റെ മകനല്ലേ? ഇതെന്താ ഇത്? ഓ, ഇതാണല്ലേ വിശേഷമുള്ള പൂവ്. എന്നാ ദാസേട്ടന് വിശ്വാസം തുടങ്ങിയതാവോ? ദൈവങ്ങളാണ് ആളുകളെ ചൂഷണം ചെയ്യുന്ന വലിയ മുതലാളിമാര് എന്നൊക്കെയാണല്ലോ പ്രസംഗം. ഞാൻ കുറ്റം പറയില്ല. ഇഷ്ടമില്ലാത്തവരെ കല്യാണം കഴിക്കാൻ പ്രയാസം തന്നെയാണ്. നിനക്ക് അയാളെ ഇഷ്ടമില്ലല്ലേ? ഇനി ആ പടി ചവിട്ടിയ കാല് കൊത്തി നിർക്കുന്ന പറഞ്ഞ്. അതൊക്കെ ദേഷ്യത്തിൽ പറഞ്ഞതാവും. ആരെങ്കിലും അങ്ങനെ ചെയ്യുവോ? നിന്റെയും കൂടെ വീടില്ലേ അത്? കുഞ്ഞാളോ, നിങ്ങളെ കണിച്ചിട്ട് കിടന്നോളൂ. അമ്മണി, ഒന്നവിടെ നിൽക്കൂ. നിന്നെ പുറത്തേക്ക് കാണണേയില്ലല്ലോ. ഏടത്തെയും കുട്ടികളും പോയാ പിന്നെ നിനക്കെന്താ അത്ര തിരക്ക്? സുഖമില്ല കുട്ടി. പടി വരെ 3-4 പ്രാവശ്യം ഞാൻ വന്നു. അകത്ത് വരായിരുന്നില്ലേ? നാളെ കാണോ? വരാം. കുഞ്ഞുമോളു, ഏതേ കുട്ടി? അമ്മണി. ശാരത്തെ.
വാ പോകാം. നാളെ നേരത്തെ എണീറ്റ് അമ്പലക്കുളത്ത് വരണം നമുക്ക്. എന്തിന്? കാര്യമുണ്ട്. ഞാനും തൃപ്പടിമേൽ പണം വെച്ച് ഒരു കാര്യം അറിയാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പരീക്ഷിക്കാൻ പാടില്ല എടുത്തി. നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങള് പറഞ്ഞു തരേണ്ടത് ആരാ? ഭഗവാനല്ലേ? അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. നാളെ പൂവിരിയാൻ നോക്കാം. വീട് ശരിയായിട്ടുണ്ട്. ഞങ്ങൾക്കിനി മാറാം. ലീവ് എടുക്കാതെ കഴിക്കാമല്ലോ, അല്ലേ എന്നെ? നിങ്ങൾക്ക് പണിക്കൊരാള് വേണ്ടേ? കുഞ്ഞുമാളുവിനെ കൊണ്ടുപോവാം. അപ്പൊ ഇവിടെയാ? അമ്മയും പോന്നോട്ടെ. അച്ഛനോരുള്ളതുകൊണ്ട് വീട് പൂട്ടിയിട്ട് വന്നാൽ ഒരു കുഴപ്പമില്ല. ഞാൻ ഏതായാലും ഈ തറവാട് വിട്ട് എങ്ങോട്ടും ഇല്ല മക്കളെ. എടുത്തി പരീക്ഷിക്കാൻ വെച്ചിട്ടാ പൂ വിരിയാത്തത്. മറുപടി കിട്ടാത്തതാവും കുഞ്ഞുമാളു ചിലപ്പോൾ ശരിക്കുള്ള ഉത്തരം. നീ വരുന്നില്ല എന്റെ കൂടെ? എടുത്തിക്ക് ഇഷ്ടം വെച്ചാ. നിനക്കിഷ്ടാണോ? അമ്മയുടെ കൂടെ വെച്ചാൽ അങ്ങനെ, എടുത്തിന്റെ കൂടെ വെച്ചാൽ അങ്ങനെ. നിങ്ങൾ തീരുമാനിച്ചാൽ മതി. നിനക്ക് സ്വന്തം തീരുമാനമൊന്നുമില്ലേ? എന്നെ പോലുള്ള ഒരു തീരുമാനം എടുത്തിട്ട് എന്താ കാര്യം? എന്റെ കുറെ പഴയ സാരി ഉണ്ട്. നാലെണ്ണ കുട്ടിക്ക് കൊടുക്കാൻ പോവാ. ആർക്ക്? കുഞ്ഞുമോളിന്. വൈകുന്നേരം അവളെ സാരി ഉടുപ്പിച്ച് ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് നടക്കാൻ. സുന്ദരിയല്ലേ? വെറുതെ സാധുക്കളെ ദ്രോഹിക്കണ്ട. പെൺകുട്ടികളല്ലേ, അവർക്ക് മോഹം ഉണ്ടാവില്ലേ? കുഞ്ഞുമോൾ എവിടെ? അവള് പശുവിനെ മാറ്റിക്കിട്ടെ. ഹരിദാസ് കിഴക്കുംപാട്ട്. മാളക്കുട്ടി അമ്മ കിഴക്കുംപാട്ട്. കിടക്കുമ്പോ തെക്കേ ജനാല അടച്ചോളൂ കേട്ടോ. വടക്കേലെ പൂച്ച അതിലെ ഒന്നും വരിക. പുതുതായിട്ട് മാറ്റം വന്ന ഓഫീസർക്ക് എന്ത് സ്നേഹമാണെന്ന് വെച്ചു നേരെ. നമ്മുടെ നമ്പ്യാർ സാറല്ലേ, ഹരിദാസിന്റെ അച്ഛന്റെ സ്വന്തം ആളായിരുന്നു. എന്താ നിശ്ചയിച്ചത്? നാളെ പുറപ്പെടാം. അച്ഛൻ നായർ പറയണു നാളും ദിവസമൊക്കെ നല്ലതാണ്. നാളെ നല്ല ദിവസാ കുട്ടികളെ, പുറപ്പെട്ടോളൂ. അച്ഛനാരെ കുഞ്ഞുമാളിന്റെ വീട്ടിൽ പറഞ്ഞേക്കൂ. പറയാതെ കൊണ്ടുപോകുന്നത് ശരിയല്ല. ഞാൻ അവളെ എറണാകുളത്തേക്ക് കൊണ്ടുപോവാണ്. ഇനി ഞാൻ മാത്രമായി ഈ വീട്ടില് അല്ലേ? മാളൂട്ടിയമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. വിളിച്ചാ വിളി കേൾക്കുന്നിടത്തല്ലേ ഈ അച്ഛൻ നായർ. ഞാൻ അക്കരെ വെളുത്തേടത്ത് പോയി വിവരം ഒന്ന് പറഞ്ഞിട്ട് വരാം. നമുക്ക് അവിടെ വേറെ ആളെ കിട്ടും. അവളെന്തിനാ? അതൊക്കെ അസൗകര്യമാവും. അത് പാവാണ്. പോകുമ്പോൾ എന്തെങ്കിലും കൊടുത്തേക്കൂ, അത് മതി. എത്ര? പഴയ ചില സാരിയൊക്കെ കൊടുത്തില്ലേ, വല്ല 10-25 കൊടുത്തേക്കൂ. അത് മതിയോ? ഓ, ധാരാളം. ചെയ്ത സേവനങ്ങൾക്കെല്ലാം കൂടി എന്റെ 4 പഴയ സാരി, ദാസേട്ടന്റെ 25 രൂപ.